ഇതാണ് കുട്ടനാട് എന്ന ഗ്രാമം. ഈ ഗ്രാമത്തിന് ഈ പേര് ലഭിക്കാൻ കാരണം ഇവിടുത്തെ ചില മനുഷ്യർ തന്നെയാണ്. അതിമനോഹരമായ പുഴകളും തോടുകളും പാടങ്ങളും എല്ലാം നിറഞ്ഞതാണ് ഈ കുട്ടനാട് എന്ന ഗ്രാമം. ഇന്ന് കുട്ടനാട് എന്ന ഗ്രാമത്തിന്റെ കോണകബെത്ത സ്ഥലത്തെ ഇലക്ഷൻ വിഷയങ്ങൾ കണ്ടറിയാം. നിങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഷഡ്ഡിയുടെ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി കിങ്ങിണിയെ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിച്ച് ഈ നാട് നന്നാക്കൽ ഭാഗത്തിൻ്റെ ഭാഗമാക്കണേ എന്ന് വിനയപുരസ്സരം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോണകമെടുത്ത് നടന്ന ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സിനിമയൊക്കെ നിൽക്കുന്നു. അയ്യോ അങ്ങനെ അനുഭവമില്ല ആൾക്കാർ. വിഷു പറയാനുള്ള രാവിലെ മനുഷ്യന്റെ ജീവൻ കളയാൻ പറഞ്ഞു. ഇന്നാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോകുന്നില്ലേ? എന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം? എന്റെ നല്ലൊരു പണിയും പോയി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നെ അരങ്ങിയത്. നമസ്കാരം പ്രിയ പാർട്ടി സ്നേഹികളെ, നിങ്ങളെ എവരെയും ഇവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നവർക്ക് നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ്. പതുക്കെ അങ്ങോട്ടും പോകണം. സ്ഥാനാർത്ഥിക്കാരും ബഹുമാനം കൊടുക്കുന്നില്ല. ഒന്നിച്ചേ സാറുമാരെ നമ്മുടെ ഇവിടെ ഇന്നത്തെ മീറ്റിംഗ് എന്തോ പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടി ഇലക്ഷൻ ആൾക്കാരെ പ്രഖ്യാപിക്കാൻ വേണ്ടിയല്ലേ പ്രഖ്യാപിച്ചത്? നമ്മളത് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ മീറ്റിംഗ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥിയെ എല്ലാവർക്കും ഞങ്ങൾ സവിനയം പ്രഖ്യാപിച്ചുകൊള്ളട്ടെ. ശ്രീമതി കുഞ്ചൂസാണ് നമ്മുടെ സ്ഥാനാർത്ഥി. കുഞ്ചൂസ്? ആര്? അത് പുതിയൊരു പേര്. ഇതേതായത്? ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ പാർട്ടിക്ക് വേണ്ടി നമ്മൾ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. പാർട്ടിക്ക് വേണ്ടി പ്രഖ്യാപിച്ചത്? എന്താ പ്രഖ്യാപനം? അപ്പൊ ഞാൻ എന്നോട് കാണിക്കുന്നത് അന്യായമല്ലേ നിങ്ങൾ കാണിക്കുന്നത്? പാർട്ടിയുടെ തീരുമാനമല്ലേ? പാർട്ടിയുടെ തീരുമാനമാണ്. അപ്പൊ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തത് വെറും വെള്ളത്തിൽ വെച്ച പഞ്ചസാരയുടെ വോട്ടാണ്. പ്രവർത്തകർ തീരുമാനിക്കട്ടെ. അത് പ്രവർത്തകർ തീരുമാനിക്കും. നിങ്ങളുടെ കാര്യങ്ങളെന്തോ ഞാൻ എനിക്കണമെന്നല്ലേ? അതെ ഞങ്ങളെ കിങ്ങിണി നിക്കണമെന്നാണ് ഞങ്ങളുടെ കണ്ടോ. അവരുടെയും കൂടെ നോക്കണ്ടേ? ഇവരൊക്കെ എന്തോ എനിക്കറിയാത്ത പോലെ ഇതൊക്കെ ആരാണ്? ഇവരൊക്കെ എവിടെ നിന്ന് പൊട്ടി മുളത്തെ ഇപ്പൊ അടുത്തിടയ്ക്ക് ആയിട്ട് ഇത് കാണിക്കുന്ന അന്യായം തന്നെയാണ്. ഞാൻ എന്റെ പാർട്ടിക്ക് വേണ്ടി എന്റെ ചോരയും വീർപ്പും എന്റെ ആയുസിന്റെ ഒരു പകുതിയും ഞാൻ ഇതിനു വേണ്ടി കളഞ്ഞു കുളിച്ചിരിക്കുന്നു. അപ്പം ഇതിനൊന്നും എനിക്കൊരു വാല്യം തരുന്നില്ല നിങ്ങൾ. അതാണ് എന്നെ കാണിക്കുന്നത്. ഏറ്റവും വലിയ കുറ്റമാണ് നിങ്ങൾ കാണിക്കുന്നത്, എന്നോട് കാണിക്കുന്നത്. അറിയാവോ? ഇതിനു വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് നിങ്ങളുടെ പാർട്ടി ഞാൻ തോപ്പിക്കും. കേന്നല്ല ഇത് നടക്കണം പോകുന്ന കാര്യമോ? നിങ്ങൾ നോക്കിയോ, ഇവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ വിജയിച്ച് ഇവിടെ ഞാൻ ഇവിടെ പല പല കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരും. നിങ്ങളുടെ പാർട്ടിയെ ഞാൻ ഇവിടുന്ന് നാമാവിശേഷം കളയും. എന്താ പറയുന്നത് ആകെ തന്നെ നിങ്ങൾ കണ്ടോ?
എണ്ണിക്കണം മക്കളെ. നമുക്ക് ഇനി ഇവിടെ ഒരു പാർട്ടിയില്ല, ഒരു കുന്തമില്ല. എണ്ണീറോ, നമുക്ക് നമ്മുടെ പാർട്ടിയുണ്ട്. എണ്ണീറോ മക്കളെ, നമുക്ക് ഇവിടെ പോവാം. ചന്ദ്രനാട്ടിൽ നിൽക്കുന്ന പറഞ്ഞ് വലിയ വീരവാദം അടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഇലക്ഷൻ കേൾക്കാൻ എന്തൊക്കെ വേണം? ഒരു വണ്ടി വേണം അനൗൺസ്മെന്റ്, പിന്നെന്താ പോസ്റ്റർ പൊട്ടിക്കാൻ പോകണം, പിന്നെ വോട്ട് ചോദിക്കാൻ ഇറങ്ങണം. കുറേ കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ എളുപ്പമാണ്, ചെയ്യാൻ ഒരുപാട് വരുന്നു. ഇതെല്ലാം നമുക്ക് ചെയ്യണം. വണ്ടിയും പോസ്റ്ററൊക്കെ ഞങ്ങൾ സെറ്റ് ആയിക്കില്ല, പക്ഷെ ഫണ്ട് തന്നെ അറിയണം. ഫണ്ടൊക്കെ ഞാൻ തന്നോളൂ, പക്ഷെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയുക കേട്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ കാണണം ഏതിനും. നമ്മൾ തന്നെ ജയിക്കും. ഞാൻ ഒന്നിച്ചിരിക്കാനാ പറഞ്ഞു, എത്ര ആണോ ഇരിക്കാൻ പറഞ്ഞു. ഇപ്പഴേ തകർച്ചയാണല്ലോ അവസാനം എന്തൊക്കെ വന്നിരിക്കുന്നു. 2 hours later. നമുക്ക് അണ്ണനെ കാണിച്ചാലോ? നമുക്ക് നാളെ അണ്ണന് ഒരു സർപ്രൈസ് കൊടുക്കാം. നമുക്ക് ഇന്ന് ഒട്ടിക്കാം. അവിടെ ഒട്ടിക്കാം. അവിടെ കളിക്കുന്ന യുവജനങ്ങളുണ്ട്, അവിടെ കൊച്ചു പിള്ളേര്. ഇവരെങ്ങനെ കയ്യിലിണക്കുന്ന ഞാനിപ്പോ കാണിച്ചു തരാം. വാ, എന്തോ കളിക്കുന്നേ? ഫുട്ബോളാണോ? അതെനിക്ക് മനസ്സിലായി, ഫുട്ബോളാണ്. മാമന് ഈ വട്ടത്തെ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് കേട്ടോ. മാമനെ വോട്ട് ചെയ്യണം. വയസ്സായില്ലല്ലോ. അയ്യോ, അല്ല വീട്ടിൽ അമ്മേച്ചനൊക്കെ ഇല്ലേ? അമ്മേച്ചന്റെ വോട്ടും എനിക്കാനും ഓർമ്മ. മാമനോട് കളിക്കട്ടെ. അല്ല ഇപ്പൊ ഞാനിപ്പോ എന്തോ ചെയ്യേണ്ടത്? ഗോളി എവിടെന്തോ മോനെ അറിയത്തില്ലേ മാമ? മാമൻ പണ്ട് ജില്ലാ ടീമിലൊക്കെ കളിച്ചേ. ഗോളിയൊക്കെ എനിക്ക് നിൽക്കാൻ അറിയാം. ചോദിച്ചെന്നുള്ളു, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തതാ. എങ്ങനെ മാമന്റെ ചിഹ്നം എന്തോ? ചിഹ്നം എടുത്ത് കളിറ. മാമ സ്വന്തനാണോ? സ്വതന്ത്രനാണ്. ലാത്തിലെ സാധനം വെളി കാണിക്കൊണ്ട് ചോദിച്ചേ. അതൊക്കെ എങ്ങനെ പോയാ? നമ്മുടെ ചിഹ്നം എന്ന് വെച്ചാൽ ജട്ടി. അച്ഛനെ അമ്മയും പറഞ്ഞു ജട്ടിക്ക് തന്നെ കുത്താവോളം. തിരുത്തെഴുത്തില്ലേ? തിരുത്താനും വീഴത്തില്ല, കുത്തിയാ മതി. മാമൻ ജയിക്കുവാൻ ഇവിടെ ഫുട്ബോൾ ടർഫ് പോണ നേരം നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ കേട്ടോ. അടി പോലെ അടി, ഞാൻ റെഡിയാ. ഞാൻ റെഡിയാ പോലെ. കയ്യിലെടുക്കാൻ പോയപ്പോ ഞങ്ങളുടെ കയ്യിലായി. പിള്ളേരെപ്പോലും കൈയെടുക്കാൻ കഴിയാത്ത കിങ്ങിണിക്ക് നാട്ടുകാരെ കൈയെടുക്കാൻ കഴിയുമോ? ഇലക്ഷൻ്റെ റിസൾട്ടിന് കിങ്ങിണി ജയിക്കുമോ അതോ തോൽക്കുമോ? പാർട്ട് 2 കാത്തിരിക്കുക.